പ്രിയമുള്ളവരെ, വചനജ്വാല 981 ദിനത്തിലേക്ക് പ്രവേശിക്കുന്ന ഇന്ന് മെയ് 8 ബുധനാഴ്ച എല്ലാവർക്കും സുന്ദരമായ ഒരു സുപ്രഭാതം ആശംസിക്കുന്നു. നമ്മൾ ഇന്ന് പരിശുദ്ധ ദൈവമാതാവിന്റെ വണക്കമാസം 8ാം ദിവസത്തിലേക്ക് പ്രവേശിക്കുന്നു. ആഗോള കത്തോലിക്ക സഭയിൽ ഇന്ന് വിശുദ്ധ പീറ്റർ ടറൻഡോയിസ് മെത്രാനെ അനുസ്മരിക്കുന്ന ദിവസമാണ്. സാവോയിൽ ടറൻഡോയിസ് അഥവാ മോൺസ്റ്റിയേഴ്സ് രൂപതയുടെ മെത്രാനായിരുന്നു പീറ്റർ. 1102 ഡോഫിനോയിൽ ഭൂജാതനായി. 20ാം വയസ്സിൽ സിസ്റ്റേഴ്സൺ സഭയിൽ ചേർന്നു. തീവ്രമായ തപോനിഷ്ഠയിൽ ജീവിച്ചു. രാത്രി 4 മണിക്കൂർ മാത്രമാണ് ഉറങ്ങിയിരുന്നത്. പാതിരാത്രിയിൽ ഉണർന്ന് പ്രഭാതം വരെ പ്രാർത്ഥന. മകന്റെ ഭക്തി കണ്ട് മാതാപിതാക്കന്മാരും ഈ സഭയിൽ ചേർന്നു. ആൽബിയം പ്രഭു സഹോദരപുത്രനായ പീറ്ററിനെ കാണാൻ വന്നപ്പോൾ പീറ്റർ മറ്റ് സന്യാസികളുടെ ചെരുപ്പ് പോളിഷ് ചെയ്യുകയായിരുന്നു. 40ാം വയസ്സിൽ മെത്രാനായി അഭിഷേകം ചെയ്യപ്പെട്ടു. ഉടനെ തന്നെ രൂപതാ അതിർത്തിയിലുണ്ടായിരുന്ന അഴിമതികൾ അവസാനിപ്പിക്കാൻ കർശന നിർദ്ദേശം കൊടുത്തു. തന്റെ ഉപവാസവും പ്രാർത്ഥനകളും അജഗണത്തിനായി മാറ്റിവെച്ചു. ഒരുപാട് അത്ഭുതങ്ങൾ പ്രവർത്തിച്ചിട്ടുണ്ട്. ഒരു ദിവസം ജർമ്മനിയിൽ പോയി ആശ്രമത്തിൽ പോയി ഒരു സാധാരണ സന്യാസിയെ പോലെ ജീവിച്ചു. ടറൻഡോയിസ് രൂപതക്കാർ ഇതറിഞ്ഞപ്പോൾ അവിടെ പോയി തിരികെ കൊണ്ടുപോന്നു. ഒരുപാട് യാത്രകൾ ചെയ്ത് ഒരുപാട് തർക്കങ്ങൾ ചെയ്ത് ഈ ലോകം മുഴുവൻ കറങ്ങി ക്ഷീണിതനായി 73ാം വയസ്സിൽ ഈ ലോകത്തോട് യാത്ര പറഞ്ഞു. മെത്രാനായിരുന്ന വിശുദ്ധ പീറ്റർ ടറൻഡോയിസിന്റെ മധ്യസ്ഥം യാചിച്ച് നമ്മൾ ഇന്നത്തെ വചനവായനയിലേക്ക് പ്രവേശിക്കുന്നു. ഇന്ന് നെഹമിയായുടെ പുസ്തകം 13ാം അധ്യായം 12 മുതലുള്ള തിരുവാക്യങ്ങളാണ് നാം ശ്രവിക്കുക. യൂദാജനം ധാന്യം, വീഞ്ഞ്, എണ്ണ എന്നിവയുടെ ദശാംശം കലവറയിൽ കൊണ്ടുവന്നു. സംഭരണശാലകളുടെ സൂക്ഷിപ്പുകാരനായി പുരോഹിതൻ ഷെമലിയായെയും നിയമജ്ഞൻ സാദോക്കിനെയും ലേവിനായ പെദായെയും അവർക്ക് സഹായത്തിന് സക്കൂറിന്റെ മകനും മത്താനിയുടെ പൗത്രനുമായ ഹനാനെയും ഞാൻ നിയമിച്ചു. അവർ വിശ്വസ്തരായി പരിഗണിക്കപ്പെട്ടിരുന്നു. തങ്ങളുടെ സഹോദരന്മാർക്ക് അവരുടെ ഓഹരി നൽകുകയായിരുന്നു അവരുടെ ചുമതല. എന്റെ ദൈവമേ, ഈ പ്രവൃത്തി മൂലം എന്നെ സ്മരിക്കണമേ. എന്റെ ദൈവത്തിന്റെ ആലയത്തിനും അങ്ങയുടെ ശുശ്രൂഷയ്ക്കും വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള സൽകൃത്യങ്ങൾ അങ്ങ് മറക്കരുതേ. അക്കാലത്ത് യൂദാജനം സാപത്തിൽ മുന്തിരിച്ച കാട്ടുന്നതും ധാന്യക്കറ്റ കഴുതപ്പുറത്ത് കയറ്റുന്നതും ജെറൂസലേമിലേക്ക് വീഞ്ഞ്, മുന്തിരി, അത്തിപ്പഴം എന്നിവയും മറ്റു ചുമടുകളും കൊണ്ടുവരുന്നതും ഞാൻ കണ്ടു. അവ വിൽക്കുന്നവരെ ഞാൻ ശാസിച്ചു. ടയറിൽ നിന്ന് വന്ന് ജെറൂസലേമിൽ വസിച്ചിരുന്ന ആളുകൾ സാപത്തിൽ യൂദയായിലെയും ജെറൂസലേമിലെയും ജനത്തിനു വേണ്ടി മത്സ്യവും മറ്റ് സാധനങ്ങളും കൊണ്ടുവന്ന് വിറ്റിരുന്നു. യൂദയായിലെ പ്രമുഖന്മാരെ ഞാൻ കുറ്റപ്പെടുത്തി. സാപത്ത് ദിനത്തെ അശുദ്ധമാക്കി എത്ര വലിയ തിന്മയാണ് നിങ്ങൾ ചെയ്യുന്നത്. നിങ്ങളുടെ പിതാക്കന്മാർ ഇങ്ങനെ ചെയ്തതുകൊണ്ടല്ലേ നമ്മുടെ ദൈവം നമുക്കും നമ്മുടെ നഗരത്തിനും ഈ ദുരിതം വരുത്തിയത്. എന്നിട്ടും സാപത്ത് അശുദ്ധമാക്കി നിങ്ങൾ ഇസ്രായേലിന്റെ മേൽ സർവോപരി ക്രോധം വിളിച്ചു വരുത്തുന്നു. സാപത്തിന് മുൻപ്
ഇരുട്ട് വ്യാപിക്കാൻ തുടങ്ങുമ്പോൾ ജെറൂസലേമിന്റെ കവാടങ്ങൾ അടയ്ക്കണമെന്നും സാബത്ത് കഴിയുന്നതുവരെ തുറക്കരുതെന്നും ഞാൻ നിർദ്ദേശിച്ചു. സാബത്ത് ദിവസം കവാടങ്ങളിലൂടെ ചുമട് കൊണ്ടുവരാതിരിക്കാൻ ദാസന്മാരെ ഞാൻ കാവൽ നിർത്തി. കച്ചവടക്കാർക്കും എല്ലാവിധ വ്യാപാരികൾക്കും ജെറൂസലേമിന് വെളിയിൽ 1-2 പ്രാവശ്യം താമസിക്കേണ്ടി വന്നു. അപ്പോൾ ഞാൻ അവരെ ശാസിച്ചു, നിങ്ങൾ എന്താണ് മതിലിനു മുൻപിൽ താമസിക്കുന്നത്? ഇത് തുടർന്നാൽ എനിക്ക് ബലം പ്രയോഗിക്കേണ്ടി വരും. പിന്നീട് അവർ സാബത്തിൽ വന്നിട്ടില്ല. സാബത്ത് ദിവസം വിശുദ്ധമായി ആചരിക്കേണ്ടതിന് തങ്ങളെ തന്നെ ശുദ്ധീകരിക്കുകയും കവാടങ്ങൾ കാത്തു സൂക്ഷിക്കുകയും ചെയ്യാൻ ലേവ്യരോട് ഞാൻ കൽപ്പിച്ചു. എന്റെ ദൈവമേ, ഇതും എനിക്ക് അനുകൂലമായി ഓർക്കണമേ. അങ്ങയുടെ അനശ്വര സ്നേഹത്തിന്റെ മഹത്വത്തിനൊത്ത് എന്നെ രക്ഷിക്കണമേ. ദൈവത്തിന്റെ തിരുവചനമാണ് നാം ശ്രവിച്ചത്.